സഭ പറയുന്ന പോലെ കുർബാന ചെല്ലുക, ഉദാശകൾ പരികർമ്മം ചെയ്യുക, വലിയ അഭ്യാസങ്ങളൊന്നും നടക്കണം. ഇഷ്ടം പോലെ ഓരോരുത്തർ വായിക്ക് തോന്നുന്നു കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ കുർബാന ചെല്ലുകയും ഉദാശകൾ പരികർമ്മം ചെയ്യുന്ന അച്ഛന്മാരോട് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. കാനൻ നിയമം 17. എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടലല്ല വിശുദ്ധ കുർബാന. സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സാൻജോയെ വിട്ടുകൊടുത്ത ജോസഫിനും ലിസയ്ക്കും സിജോയ്ക്കും കൃത്യമായിട്ട് നന്ദി പറയുന്നു. സഭയുടെ നാമത്തിൽ, രൂപതയുടെ നാമത്തിൽ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുക വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ഇന്നത്തെ കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പൗരോഹിത്യ ശുശ്രൂഷ കർമ്മത്തിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് വായനകളില്ല. ഇന്ന് നമ്മുടെ പിതാക്കന്മാർ സിനഡ് അത് വായനകൾ കൂട്ടിച്ചേർത്തതാണ്. ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രധാനമായ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 4 കാനോനുകളാണ്. ഓരോ കാനോനായും അനാഫറ പോലെ നമുക്കറിയാമല്ലോ, ഗഹന്ത സൈക്കിളുള്ളതെന്ന് നമുക്കറിയാമല്ലോ, പ്രണാമജപ വൃത്തങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഓനീസ വൃത്തങ്ങളാണ് കാനോന വൃത്തങ്ങൾ. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗരോഹിത്യത്തിൻ്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് നമ്മെ മനസ്സിലാക്കി തരാനായിട്ട് പൗരോഹിത്യത്തെ പറ്റിയുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ ശുശ്രൂഷയുടെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ ആ ഫോക്കസ് മുഴുവൻ പൗരോഹിത്യം, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം, പൗരോഹിത്യത്തിൽ പങ്കുചേരാൻ പോകുന്ന സാൻജോയുടെ പൗരോഹിത്യം, അദ്ദേഹത്തിൻ്റെ ജീവിതം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചിന്താവിഷയം മുഴുവൻ. അതിനെ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് ഈ ശുശ്രൂഷകളെക്കുറിച്ചാണ്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. അതിൽ തന്നെ സന്ദേശങ്ങളും എല്ലാം ഉണ്ട് താനും. ഇന്നത്തെ ആദ്യം നമ്മൾ കണ്ടത് വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണം നമ്മളെല്ലാവരും ചൊല്ലാറുള്ള വിശ്വാസ പ്രമാണം കഴിഞ്ഞ് പിന്നെ കുറച്ച് ഭാഗങ്ങളുണ്ട്. മനസ്സിലായത് മനസ്സിലാകാത്തതൊക്കെ ഞാൻ അനുസരിച്ച് കൊള്ളാമെന്ന് സാൻജോ അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞല്ലേ? അതെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ്, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയും, അതൊന്നും ശരിയാകത്തില്ല. അങ്ങനെ അനുസരിക്കാൻ പറ്റുമോ? നമുക്കുമില്ലേ അഭിപ്രായങ്ങളും, നമുക്കുമില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങനെ അടിമയാകാൻ പറ്റും? ഈ ചിന്താഗതികളാണ്. അപ്പോൾ ഈ അനുസരണം എന്ന് പറയുന്നത് ഒരു ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള അനുസരണമാണ് നമ്മളൊക്കെ ഇപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ക്രമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡൈല്യൂട്ടഡ് ഒന്നല്ല. പണ്ടത്തെ ഇതിനു മുമ്പുണ്ടായിരുന്ന ക്രമത്തിനകത്ത് പറഞ്ഞ് മനസ്സിലാകുന്നത് മനസ്സിലാകാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, മെത്രാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചോളാമെന്നാണ് പറയുന്നത്. പഠിപ്പിക്കുന്ന കാര്യങ്ങളും എന്താണോ സഭ പഠിപ്പിക്കുന്നത് അത് പഠിപ്പിച്ചോളാം. അതാണ് വിശ്വാസപ്രമാണത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതൊന്ന് സാൻജോ ഓർത്തിരിക്കും. അച്ഛന്മാർ ഓർത്തിരിക്കുന്ന കുഴപ്പമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്തത് പറഞ്ഞിരിക്കുന്നത് മുടി വെട്ടുന്ന കർമ്മമാണ്. വിരക്തി. ഈ ലോക വസ്തുക്കളോട്, ഈ ലോകത്തിലെ ആഡംബരങ്ങളോടുള്ള വിരക്തി. ചെത്തി നടക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അതിനോടൊക്കെ നമ്മളൊക്കെ ജീവിക്കുന്ന ലോകത്തിലാണ്. ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകത്തിൻ്റേതാകാതെ അതിൽ നിന്ന് ഒരു അകലം പാലിച്ചുകൊണ്ട് ജീവിക്കാനായിട്ടുള്ള ഒരു ഉദ്ബോധനമാണ് ഈ മുടിവെട്ടുന്ന കർമ്മത്തിലൂടെ മെത്രാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും. മുടിവെട്ടുക വഴി. പണ്ടൊക്കെ മുടി മുഴുവൻ കളയായിരുന്നു, മുഴുവൻ. ടോൺഷർ എന്നാണല്ലോ പറയുന്നത്. അമ്മമാർ ഇതുപോലെ കളയാറുണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലോ അമ്മമാർ പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ പറയും മുട്ടത്തലച്ചി എന്നല്ലേ പറയുന്നത്, മുട്ടത്തലച്ചി എന്ന് പറയും. ഇപ്പം ആരും മുട്ടത്തലച്ചികളില്ലെന്ന് തോന്നുന്നു.
കാരണം എന്താ, അത് മുടി മുഴുവൻ കളയും. അത് പിന്നെ ഈ ലോകത്തിൻ്റെ ഇതിങ്ങനെ ഒരു അല്പമൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ചാടിച്ച് എനിക്ക് മുടി കുറച്ചിങ്ങനെ ചെവിയുടെ ഇടയിൽ കൂടി മൂക്കിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന ആ ഒരു കൾച്ചറല്ല ഉദ്ദേശിക്കുന്നത്. വിരക്തി, ഈ ലോകത്തിലെ ആഡംബരങ്ങളോടുള്ള വിരക്തി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്നത്തെ പുതിയ സംസ്കാരത്തിൽ ഒന്നിനും വിലയില്ലാതായിത്തീരുന്നു എന്ന് ഒരു തോന്നൽ എനിക്കുണ്ട്. അത് എൻ്റെ മാത്രം തോന്നലായിരിക്കാം, എന്നാലും അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ നമ്മൾ കടക്കുന്നത് കാനോനകളിലേക്കാണ്. 4 കാനോനകൾ. ഓരോ കാനോനയ്ക്കും ഒരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. ഒന്നാമത്തെ കാനോനായിൽ പറയുന്നത് എന്താണ്? നമ്മളെല്ലാം ഒന്നാമത്തെ കാനോന നമ്മൾ വായിച്ചു കേട്ടത്, രണ്ടാമത്തെ നമ്മൾ വായിച്ചു കേട്ടതാണ്. പൗരോഹിത്യത്തിൻ്റെ ഔന്നത്യത്തെക്കുറിച്ചാണ്, അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച്. എന്താണ് പൗരോഹിത്യം? അതിൻ്റെ മാഹാത്മ്യം എന്താണ്? ഔന്നത്യം എന്താണ്? ഇവിടെ നമ്മൾ ആ പാട്ടുകളൊക്കെ പഠിച്ചു. എത്ര സമുന്നതം ഇന്ന് പുരോഹിത, നീ പരമേറ്റ വിശിഷ്ട സ്ഥാനം എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് പാടി. അപ്പോൾ ഈ ഔന്നത്യമാണ് പൗരോഹിത്യത്തിൻ്റെ മാഹാത്മ്യം, ഔന്നത്യം. അതൊക്കെയാണ് ഒന്നാമത്തെ കാനോനയുടെ പ്രതിപാദ്യ വിഷയം. അതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് ഈ പൗരോഹിത്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? വിശുദ്ധിയോടുകൂടി നീ പൗരോഹിത്യം സ്വീകരിക്കുക. വിശുദ്ധിയോടുകൂടി നീ പൗരോഹിത്യം സ്വീകരിക്കുക. രണ്ടാമത്തേത്, അജഗണത്തെ പാടവത്തോടെ പഠിപ്പിക്കുക. പാടവത്തോടെ പഠിപ്പിക്കാനായിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ആദ്യം സഞ്ജൊക്കെ പഠിച്ചു കാണും അല്ലേ, തിയോളജി പഠിക്കുന്ന സമയത്ത്. പാടവത്തോടെ, ചാതുര്യത്തോടെ. കർത്താവിനെ പറ്റി പറയാറ്, അവൻ അധികാരത്തോടു കൂടിയാണ് പഠിപ്പിച്ചത്. അങ്ങനെ അധികാരത്തോടു കൂടി പഠിപ്പിക്കാനായിട്ട്, പാഠവത്തോടു പഠിപ്പിക്കാനായിട്ട് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ സാധാരണ വൈദികരെ പറ്റി പറയുന്ന 3 ഇതാണല്ലോ: നയിക്കുക, വിശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക. ഇതാണ് 3 ദൗത്യങ്ങൾ മെത്രാന്മാർക്കും വൈദികർക്കൊക്കെ കൊടുത്തിരിക്കുന്ന പ്രധാന 3 ദൗത്യങ്ങൾ. അതാണ് അതിൻ്റെ മറ്റ് മാനങ്ങളാണ്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റു കാര്യങ്ങളാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അത് ബാക്കി എന്തൊക്കെയാണേലും, സ്കൂൾ നടത്തുന്നതാണേലും, ആശുപത്രി നടത്തുന്നതാണെങ്കിലും, സോഷ്യൽ വർക്ക് നടത്തുന്നതാണ്, ബാക്കി എന്തും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റ് ശുശ്രൂഷകളാണ്. അടിസ്ഥാനപരമായിട്ട് പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. അത് ആരംഭിക്കുന്നത് ദേവാലയത്തിലാണ്. പഠിപ്പിക്കാനും വിശുദ്ധീകരിക്കാനും ഒക്കെ ആദ്യം തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെ വാങ്ങിച്ച് കിട്ടുന്ന കാര്യങ്ങളാണ് പിന്നെ പുറത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഒന്നാമത്തെ കാനോനിൽ ജീവിത വിശുദ്ധിയുള്ള പുരോഹിതരുടെ ഗണത്തിൽ എണ്ണപ്പെടാൻ. ജീവിത വിശുദ്ധിയുള്ള പുരോഹിതരുടെ ഗണത്തിൽ എണ്ണപ്പെടാനായിട്ട് നമ്മളൊക്കെ വിശുദ്ധരുടെ ഗണത്തിൽ എണ്ണപ്പെടണം. ജീവിത വിശുദ്ധിയുള്ള പുരോഹിതരുടെ ഗണത്തിൽ. ഇതിനെല്ലാം വേണ്ടി ഇവന് ഈ പൗരോഹിത്യ പദവി നൽകണമെന്നാണ് ഒന്നാമത്തെ കാനോനയിൽ പറയുന്നത്. രണ്ടാമത്തെ കാനോനയിൽ പറയുന്നത് ശക്തിക്ക് വേണ്ടിയിട്ടാണ്. ഈ പൗരോഹിത്യത്തിൽ നിലനിൽക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് ദിവ്യകർമ്മങ്ങൾ യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുവാൻ ഇവനെ ശക്തനാക്കണമേ. പോപ്പ് ഫ്രാൻസിസ് ദസിദേരിയോ ദസിദരാവി എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ, ദസിദേരിയോ ദസിദരാവി എന്ന് പറഞ്ഞ വിശുദ്ധ കുർബാനയെ പറ്റിയാണല്ലോ. കർത്താവ് പെസഹ അവൻ ഉത്കടമായിട്ട് ദസിദേരിയോ ദസിദ ഐ ഡിസൈഡ് എ ഗ്രേസ് ഡിസയർ, ഉത്കടമായിട്ട് ആഗ്രഹിച്ചു പെസഹ ആഘോഷിക്കുവാൻ. അങ്ങനെ പേര് കൊടുത്തിട്ടുള്ള ആ ലേഖനത്തിൽ പറയുകയാണ്, ആർസ് സെലബ്രാന്തി, ദി ആർട്ട് ഓഫ് സെലിബ്രേറ്റിംഗ് ലിറ്റർജി. അപ്പോൾ ഒരു പുരോഹിതനാകുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുക്കർമ്മങ്ങൾ വേണ്ട രീതിയിൽ, അതൊരു കല പോലെയാണ്. അങ്ങനെയാണല്ലോ ആർട്സ് എന്ന് പറഞ്ഞാൽ, ആർട്ട് എന്നാണല്ലോ, ആർട്ട് ഒരു കല പോലെയാണ്. അത് ഏറ്റവും മനോഹരമായിട്ട്
അവതരിപ്പിക്കുക, അത് നടത്തുക, പരികർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് അറിയാൻ മേലെങ്കിൽ പിന്നെ അച്ചമണിക്ക് പുറപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ആർട്ട് ഓഫ് സെലിബ്രേറ്റിംഗ്, എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടലല്ല വിശുദ്ധ കുർബാന. അത് ഏറ്റവും മനോഹരമായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് അൽമായരുടെ അവകാശം കൂടിയാണ്. നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കാനൻ ലോയിൽ 17ാമത്തെ കാനനിൽ പറയുന്നത്, ദ ഫെയ്ത്ത്ഫുൾ ഹാവ് എ റൈറ്റ് ടു ട്രൂ ലിറ്റർജി. ദ ഫെയ്ത്ത്ഫുൾ ഹാവ് ദ റൈറ്റ് ടു ട്രൂ ലിറ്റർജി. എന്താണ് ഈ ട്രൂ ലിറ്റർജി? ദ ലിറ്റർജി ഡിസൈഡ് ആൻഡ് ലേഡ് ഡൗൺ ബൈ ദ ചർച്ച്. സഭ എന്താണോ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്, അതുപോലെ ബലിയർപ്പിക്കാനാണ്. എനിക്കിഷ്ടം പോലെ ബലിയർപ്പിക്കാനല്ല. ഇതേ മാർപ്പാപ്പ തന്നെ വീണ്ടും പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഫെബ്രുവരി 3-ാം തീയതി ഒരു ലേഖനം ഇറക്കി, ലേഖനമല്ല, ഒരു നോട്ട്. സാധാരണഗതിയിൽ ആരാധനക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇതൊക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇറക്കുന്നത് ആരാധനക്രമത്തിന് വേണ്ടിയുള്ള തിരുസംഘമാണ്. ദ ഡിക്കാസ്ട്രി ഓഫ് ഡിവൈൻ വർഷിപ്പ് ആൻഡ് സാക്രമെന്റ് സാധാരണ ഇറക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഈ ഫെബ്രുവരി 3-ാം തീയതി ഇറക്കിയിരിക്കുന്ന ജസ്റ്റിസ് വെർബിസ്ക്വേ എന്ന് പറയുന്ന ആ നോട്ട്, അത് ഡോക്ട്രിൻ ആൻഡ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ കോൺഗ്രിഗേഷനാണ് ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തിരുക്കർമ്മങ്ങളുടെ പല ആചരണങ്ങളും പലതും ഇൻവാലിഡാണ്, സാധുവല്ല. ചിലത് സാധുവല്ല, ചിലത് നൈയാമികമല്ല. അതുകൊണ്ടാണ് ഈ ഫെയ്ത്ത് ആൻഡ് മോറൽസ്, വിശ്വാസത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും തിരുസംഘം ഈ നോട്ട് ഇറക്കിയിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം പല കാര്യങ്ങളും ഉണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമയമില്ലല്ലോ. അതിനകത്ത് പ്രധാനം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: the priests are not proprietors or bosses or masters of liturgy. ഇഷ്ടം പോലെ കാണിക്കാനായിട്ട് യാതൊരു വൈദികനും അധികാരമില്ല. ജോസഫ് ജോയെ, ഇഷ്ടം പോലെ കാണിക്കാനൊന്നും യാതൊരു അധികാരമില്ല. ദേ ആർ നോട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, ദേ ആർ നോട്ട് പ്രൊപ്രൈറ്റേഴ്സ്. നമ്മുടെ കടകളൊക്കെ കണ്ടില്ലേ, പ്രൊപ്രൈറ്റർ. ഇവിടെ ചായക്കടയുടെ പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, അപ്പോൾ ഉടമസ്ഥൻ. So priests are not proprietors, they are not masters, they are not bosses, പക്ഷേ അവർ ക്രിസ്തുവിൻ്റെ പേഴ്സോണ ക്രിസ്തി, ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത്, സാക്രസന്തം കൊൺസിലി നമ്പർ 7 പറയുന്നതാണ്, ആരാധനക്രമം തലയായ ശിരസായ മിശിഹായുടെയും ശരീരമായ സഭയുടെയും പ്രവൃത്തിയാകയാൽ വൈശിഷ്ട്യത്തിലും ഫലദായകത്വത്തിലും അതിനെ വെല്ലുവാൻ പോരുന്ന യാതൊന്നും സഭയിലില്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും വൈശിഷ്ട്യമേറിയ, ഏറ്റവും ഫലവത്തായ ഒരു തിരുക്കർമ്മമാണ് ഒരു വൈദികൻ എന്ന നിലയിൽ ഈ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ 2-ാമത്തെ കാനോനയിൽ പറയുകയാണ്, തിരുക്കർമ്മങ്ങൾ യോഗ്യതയോടുകൂടെ പരികർമ്മം ചെയ്യുവാനും ഇവനെ ശക്തനാക്കണമേ, ബലിയർപ്പിക്കുവാനും പാപവിമോചകമായ മാമോദീസ നൽകുവാനും ഇവനെ അനുഗ്രഹിക്കണമേ, നൽകപ്പെട്ട താലന്തുകൾ വർദ്ധിപ്പിക്കുവാനുള്ള വരം ഇവന് നൽകണമേ, സ്നേഹത്തോടെ വിശുദ്ധിയോടെ ഉത്സാഹത്തോടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ സേവനം ചെയ്യുവാൻ ഇവനെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ അവസാനത്തെ പ്രാർത്ഥന നമ്മൾ വായിച്ചു കേട്ടു, ഇവൻ നീട്ടിയിരിക്കുന്ന കരങ്ങൾ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. കൈ നീട്ടുമ്പോഴേ ഈ അനുഗ്രഹങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതാണ് ജനങ്ങൾക്ക്. അപ്പോൾ അതാണ് ഈ 2-ാമത്തെ കാനോനയുടെ ഉള്ളടക്കം. 3-ാമത്തെ കാനോനയിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിനോട് ഇറങ്ങി വന്ന് നീ വാഗ്ദാനം ചെയ്തതുപോലെ ഇവനിൽ കൃപ ചൊരിയണമെന്നാണ് 3-ാമത്തെ കാനോനയിൽ പറയുക.
അതോടൊപ്പം തന്നെ സ്ലീഹന്മാരിൽ വന്നു വസിച്ചതുപോലെ ഇവനിലും വന്നു വസിക്കുവാൻ ഇടയാക്കണം. അത് കഴിഞ്ഞ് 4-ാമത്തെ കാനോനയിലാണ് ഇനി വരാൻ പോകുന്നതാണ്. 4-ാമത്തെ കാനോനയിലാണ് കൈവെപ്പ് ശുശ്രൂഷകൾ. ഈ കൈവെപ്പ് ശുശ്രൂഷകൾ എന്തിനാണ്? ആ ശുശ്രൂഷ പറയുന്ന കുറേ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഷമാസിൻ്റെയും ഇവിടെയുള്ള വൈദികരുടെയും എല്ലാവരുടെയും. നിന്റെ ഈ ശുശ്രൂഷകനിൽ നീ കൃപ ചൊരിയണമേ. കൃപ. ബലിപീഠത്തിൽ ശുശ്രൂഷിക്കുവാൻ ശുശ്രൂഷിക്കുവാനും ജനത്തെ സ്തുതിയുടെ സ്വരം കേൾപ്പിക്കുവാനും ഇവനെ ശക്തനാക്കണം. ജനത്തെ സ്തുതിയുടെ സ്വരം കേൾപ്പിക്കുവാനായിട്ട് ഇവനെ ശക്തനാക്കണം. അങ്ങയുടെ അത്ഭുതങ്ങൾ അറിയിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. ശുദ്ധതയുടെ പ്രകാശരശ്മികൾ പരസ്യമായി ഉജ്ജ്വലിപ്പിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. പൗരോഹിത്യത്തിൻ്റെ പ്രഭയാൽ ഇവന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ. സന്നദ്ധതയോടുകൂടി ഈ ദാനം സ്വീകരിക്കുവാൻ ഇവനെ അനുഗ്രഹിക്കണമേ. തിളങ്ങുന്ന മാണിക്യം പോലെ അവിടുത്തെ പ്രകാശത്തെ സ്വീകരിക്കുവാൻ ഇവനെ അനുഗ്രഹിക്കണമേ. അധികാരപൂർവ്വം മറ്റുള്ളവർക്ക് നൽകുവാൻ പൗരോഹിത്യ ധർമ്മം ശ്രദ്ധാപൂർവ്വം നിർവഹിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ നിർമ്മലമായി പരികർമ്മം ചെയ്യുവാനും ഇവനെ അനുഗ്രഹിക്കണമേ. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പരിശുദ്ധാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ അല്ലേ? ഇനി കയ്യൊപ്പാണ്. കയ്യൊപ്പ് പ്രാർത്ഥനയിൽ 2 പ്രധാനമായിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. മാമോദീസ നൽകുവാനും ബലിയർപ്പിക്കുവാനും. കാരണം ഇത് പ്രൈമറി സാക്രമെന്റ്സ് എന്നാണ് അതിനെപ്പറ്റി പറയുക. മറ്റത് പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന കൂദാശയാണ്. അതില്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. പൗരോഹിത്യത്തിൽ നിലനിൽന്നാൽ മാത്രമാണ് ഈ തിരുക്കർമ്മങ്ങളൊക്കെ നമുക്ക് അനുഷ്ഠിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് മാമോദീസ നൽകുവാനും അതെല്ലാം പ്രൈമറി കൂദാശയാണ്. മാമോദീസായും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ് സ്ഥൈര്യലേപനമൊക്കെ. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയും രോഗിലേപനം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശുശ്രൂഷയിൽ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം എന്തൊക്കെയാണ് കൂടുതലായിട്ട് അവിടെ പ്രതിപാദിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. 1, രോഗികളുടെ മേൽ കൈവയ്ക്കുവാനായിട്ട്. അടിക്കാനല്ല കേട്ടോ, കൈവയ്ക്കാനായിട്ട്, അങ്ങനെ അനുഗ്രഹിക്കാൻ വേണ്ടി. സഭാപിതാക്കന്മാർ പറയുന്നുണ്ട്, നോ മിസ്റ്ററീസ് ആർ സെലിബ്രേറ്റഡ് വിത്തൗട്ട് എ പ്രീസ്റ്റ്. എല്ലാ ദൈവിക രഹസ്യങ്ങളും പരികർമ്മം ചെയ്യുന്നത് വൈദികനാണ്. സാധാരണ പറയാറുണ്ട് വൈദികരെ പറ്റി പറയുമ്പോൾ, ഗോഡ് ഈസ് അറ്റ് ദ മേഴ്സി ഓഫ് ദ പ്രീസ്റ്റ്. ഗോഡ് ഈസ് അറ്റ് ദ മേഴ്സി ഓഫ് ദ എന്ന് പറഞ്ഞാൽ ദൈവം ഒരു വൈദികനെ, കാരണം കർത്താവിനോട് വന്നിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത് ചെയ്യുന്ന മുഴുവൻ വൈദികനാണല്ലോ. അപ്പോൾ ഗോഡ് ഈസ്, ദൈവം ഈ മനുഷ്യൻ്റെ, ബലഹീനനായ ഈ മനുഷ്യനിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അറ്റ് ദ മേഴ്സി, അവൻ്റെ കാരുണ്യം. എന്തിനായി കാരുണ്യം? മര്യാദയ്ക്ക് ചെയ്താലല്ലേ മനുഷ്യർക്ക് അനുഗ്രഹം കിട്ടുള്ളൂ. മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ അനുഗ്രഹമൊന്നും കിട്ടുകയില്ല. അപ്പം അതുകൊണ്ട് ഗോഡ് ഈസ് അറ്റ് ദ മേഴ്സി ഓഫ് ദ പ്രീസ്റ്റ്. അപ്പം അതുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഞാനിത് ചെയ്യുന്നത് ജനതങ്ങൾക്ക് വേണ്ടിയാണ്, അവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ചില അച്ഛന്മാരങ്ങനെയാണല്ലോ. ചില അച്ഛന്മാർക്ക് ഷോയാണ്, ഭയങ്കര ഷോയാണ്. കുർബാന ചെല്ലുമ്പോൾ തന്നെ ഒരു ഷോ, ആ ഷോ മാത്രമേ ഉള്ളൂ. അതിന് എന്തെങ്കിലും പരാക്രമങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും കുർബാനയുടെ നേരത്ത്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ബലിയർപ്പിക്കേണ്ടത്. അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അല്ലാമേ അമ്മ ഉറക്ക. ഈ പുസ്തകത്തിനത് പറയുന്ന പോലെ ചെയ്താൽ പോരെ, മതി. പക്ഷെ പലർക്കും അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ പുസ്തകത്തിൻ്റെ അടിമയാണോ എന്നുള്ളതാണ് ചിലർക്കൊക്കെ ഒരു സങ്കടം. ഈ പുസ്തകത്തിൻ്റെ അടിമയാകുക. ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്,
പുസ്തകത്തിനകത്തുള്ള ഒരൊറ്റ വാചകം ചെല്ലില്ല. പുസ്തകത്തിനകത്തുള്ളേ ഒരൊറ്റ വാക്ക് ചെല്ലില്ല. വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയാണ് ചിലർ കുർബാന. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാതെ. അവരോട് നിങ്ങൾക്ക് നേരിട്ട് പറയാൻ കേട്ടോ, നിങ്ങൾക്ക് പറയാം, ഒരു കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ എനിക്ക് അവകാശമുണ്ട്. ദൈവജനത്തിൻ്റെ അവകാശമാണത്. മര്യാദയ്ക്ക് കുർബാന ചെല്ലുന്നില്ലെങ്കിൽ സഭ പറയുന്നത് പോലെ കുർബാന ചെല്ലാനായിട്ട് പറ്റില്ല, ഇട്ടേച്ച് പോകാൻ പറയണം. അപ്പം അതുകൊണ്ട് തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് സഭ പറയുന്നത് പോലെ ആയിരിക്കണം, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കണം, സഭ നിശ്ചയിച്ചിട്ടുള്ളത് പോലെ ആയിരിക്കണം. അതിനകത്ത് ഒത്തിരി ഡോക്യുമെൻറ്റ്സ് എല്ലാം പറയാൻ പോയി കഴിഞ്ഞ് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സമയമില്ല, എനിക്കും സമയമില്ല. അതുകൊണ്ട് ഞാൻ പതുക്കെ വൈൻഡപ്പ് ചെയ്യാണ്. അടിസ്ഥാനപരമായി സാഞ്ചോട് പറഞ്ഞത് സഭ പറയുന്ന പോലെ കുർബാന ചെല്ലുക, കൂദാശകൾ പരികർമ്മം ചെയ്യുക, വലിയ അഭ്യാസങ്ങളൊന്നും ഇറക്കണ്ട. അപ്പം തന്നെ ദൈവാനുഗ്രഹം കിട്ടും. അപ്പം അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഷമാശന് ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ പട്ടത്തിൻ്റെ ക്രമത്തിൽ പറയുന്ന രണ്ടാമത്തെ കൈവപ്പ് ശുശ്രൂഷ ഇത് പറയുന്ന കാര്യങ്ങളാണ്. രോഗികളുടെ മേൽ കൈവയ്ക്കാനല്ല കേട്ടോ, ഇങ്ങനെ കൈവയ്ക്കാനല്ല. മധുബഹായിൽ നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടുകൂടി ശുശ്രൂഷ ചെയ്യുവാൻ, സഭയിൽ നന്ദിയുടെയും ബലികളും കാഴ്ചകളും സമർപ്പിക്കുവാൻ, പാപമോചകമാകുന്ന ആമോദീസം നൽകുന്നതിനും പാപങ്ങൾ മോചിക്കുന്നതിനും നീതിയുടെ പ്രവർത്തികളാൽ ദൈവമക്കളെ അലങ്കരിക്കുന്നതിനും ഒക്കെയാണ് ഈ ശുശ്രൂഷ, ഈ പൗരോഹിത്യം ഇവർക്ക് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അത് ആ തിരുക്കർമ്മങ്ങൾ സാധുവായും നിയമാനുസൃതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് എപ്പോഴും എല്ലാ വൈദികരും, പ്രത്യേകിച്ച് ഇന്നത്തെ നവവൈദികനും ഓർത്തിരിക്കുന്ന എപ്പോഴും നല്ലതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദൈവജനത്തിൻ്റെ അവകാശമാണ് ശരിയായ രീതിയിൽ തിരുക്കർമ്മങ്ങളും വിശുദ്ധ കുർബാനയും മറ്റു കുദാശകളും പരികർമ്മം ചെയ്യപ്പെട്ട് നൽകപ്പെടുവാനുള്ള അവകാശം ദൈവജനത്തിനുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ ഇടയ്ക്ക് ചോദിച്ച് വാങ്ങിക്കേണ്ടിയും വരും കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ഓരോരുത്തർ വായിക്ക് തോന്നുന്നു കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ കുർബാന ചെല്ലുകയും കുദാശകൾ പരികർമ്മം ചെയ്യുന്ന അച്ഛന്മാരോട് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. കാനൻ നിയമം 17 The right of the faithful to the true liturgy. Right of the faithful to true liturgy. The liturgy desired and laid down by the church. സഭ പറയുന്നത് പോലെ ബലിയർപ്പിക്കാൻ, സഭ പറയുന്നത് പോലെ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള, അങ്ങനെ അനുഷ്ഠിച്ച് കാണാനുള്ള അവകാശം ദൈവജനത്തിനുണ്ട്. ആ അവകാശം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാ വൈദികർക്കുമുണ്ട്, ഇന്ന് പട്ടം വാങ്ങിക്കുന്ന സാഞ്ചോയ്ക്കുമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ദിവസത്തിൽ നമുക്ക് അച്ഛന് വേണ്ടി പ്രത്യേകമായിട്ട്, ഷമാശിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.